Good morning students. Welcome to Malayalam class Standard 6. നമ്മൾ ഇന്നൊരു കവിതയാണ് പഠിക്കുന്നത്. കവിതയുടെ പേരെന്താണ്? സാന്ദ്ര സൗഹൃദം. ഭാഷയുടെ ഏറ്റവും മനോഹരമായ രൂപമാണ് കവിത, അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് രാമപുരത്ത് വാര്യരുടെ കുചേലവൃത്തം വഞ്ചിപ്പാട്ടിലെടുത്തിട്ടുള്ള സാന്ദ്ര സൗഹൃദം എന്ന കവിതയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് വഞ്ചിപ്പാട്ട് രീതിയിലാണ് ഈ കവിത വാര്യർ എഴുതിയിരിക്കുന്നത്. സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് അദ്ദേഹം ഈ കവിത രചിച്ചിരിക്കുന്നത്. അതായത് തിരുവിതാംകൂർ രാജാവായിരുന്ന മാർത്താണ്ഡവർമ്മ ഒരിക്കൽ വഞ്ചിയിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വാര്യരോട് പറയുകയാണ് ഒരു കവിത രചിക്കാൻ. അങ്ങനെ അദ്ദേഹത്തിന് പാടി കേൾക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ വഞ്ചിപ്പാട്ട് രീതിയിൽ കവിത രചിച്ചത്. അപ്പോൾ ശ്രീകൃഷ്ണൻ്റെയും കുചേലൻ്റെയും കഥയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് കവിയൊന്ന് പരിചയപ്പെടാം. രാമപുരത്ത് വാര്യർ. ഓക്കെ, അപ്പോൾ സാന്ദ്ര സൗഹൃദം എന്ന കവിത എഴുതിയതാരാണ്? രാമപുരത്ത് വാര്യർ. മീനച്ചിൽ താലൂക്കിൽ രാമപുരത്ത് ജനിച്ച വാര്യർ ഉപജീവനാർത്ഥമാണ് വൈക്കത്ത് താമസമാക്കിയത്. തിരുവിതാംകൂറിൻ്റെ ഭരണാധികാരി മാർത്താണ്ഡവർമ്മ ഒരിക്കൽ വൈക്കം ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയപ്പോൾ വാര്യർ ഏതാനും ശ്ലോകങ്ങൾ എഴുതി കാഴ്ചവെച്ചു. അപ്പോൾ ശ്ലോകത്തിൻ്റെ ആന്തരാർത്ഥം രാജാവിന് മനസ്സിലായി. എന്തായിരുന്നു? അല്ലയോ രാജാവേ, എൻ്റെ ഭവനം ഭാഗവതം പോലെയാണ്, എന്നാൽ യഥാർത്ഥ ഭാഗവതം അർത്ഥപുഷ്ടിയുള്ളതാണ്. എൻ്റെ വീട് അങ്ങനെയല്ലാത്തതാണ്. അപ്പം അർത്ഥം എന്ന് പറയുമ്പോൾ രണ്ടർത്ഥമുണ്ടല്ലേ? പൊരുളെന്നും പിന്നെ എന്താണ് അർത്ഥം എന്ന് പറഞ്ഞാൽ ധനമെന്നും അർത്ഥമുണ്ടല്ലേ? അപ്പം പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാണ്? നമ്മുടെ വാര്യരുടെ വീട് അങ്ങനെയല്ലാത്തതാണ് എന്നാണ് പറഞ്ഞത്. അപ്പം അർത്ഥം എന്ന വാക്കിൽ ധനപുഷ്ടിയും അർത്ഥപുഷ്ടിയും ഉൾപ്പെടുത്തുകയും ഒരിടത്ത് ധനമില്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. അപ്പോൾ രാജാവ് മടക്ക് യാത്ര തുടങ്ങിയപ്പോൾ കരയിൽ നിന്നിരുന്ന വാര്യരോട് കൂടെ പോരുന്നോ എന്ന് ചോദിച്ചു. വാര്യർ സസന്തോഷം രാജാവിൻ്റെ കൂടെ തിരുവനന്തപുരത്തേക്ക് യാത്രയായി. വഴിയിൽ ബോട്ടിൽ യാത്രാവിരസത മാറ്റുവാൻ എന്തെങ്കിലും ഉണ്ടാക്കി പാടാൻ രാജാവ് കൽപ്പിച്ചു. ആ കൽപ്പന പ്രകാരമാണ് വാര്യർ കുചേലവൃത്തം വഞ്ചിപ്പാട്ട് രചിച്ചത് എന്നാണ് ഐതിഹ്യം. ഓക്കെ, അപ്പം കവിയെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായി. ഈ കവിതയിൽ ശ്രീകൃഷ്ണൻ്റെ ഏറ്റവും അടുത്ത ചെങ്ങാതിയായ കുചേലൻ്റെ കഥയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ശ്രീകൃഷ്ണനും കുചേലനും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിരുന്നു. അവർക്കിടയിൽ ഒരു നല്ല ആത്മബന്ധമുണ്ടായിരുന്നു. നിങ്ങൾക്കും സുഹൃത്തുക്കളൊക്കെ ഇല്ലേ? കൂട്ടുകാരൊക്കെ ഇല്ലേ? അവർക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യത്തില്ലേ? എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ശ്രീകൃഷ്ണൻ്റെ കൂട്ടുകാരനായിരുന്നു കുചേലൻ. അപ്പോൾ ഒരിക്കൽ നമ്മുടെ കുചേലന് വളരെ ദാരിദ്ര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ദാരിദ്ര്യം മാറ്റുവാൻ വേണ്ടി ഭാര്യയുടെ അഭിപ്രായം മാനിച്ച് കുചേലൻ എന്ത് ചെയ്തു? ദ്വാരകയിലേക്ക് ശ്രീകൃഷ്ണനെ കാണുവാനായിട്ട് പോവുകയാണ്. അപ്പോൾ സതീർത്ഥനെ കാണുമ്പോൾ കൊടുക്കാൻ അവൽ പൊതിയുമായിട്ടാണ് കുചേലൻ വന്നത്. അപ്പോൾ കുചേലനെ ശ്രീകൃഷ്ണൻ സ്വീകരിച്ച് കൊണ്ടിരുത്തി സ്നേഹത്തോടെ ഉപചരിച്ചു. അദ്ദേഹത്തെ വിശ്രമിക്കാൻ അനുവദിച്ചു. ആ സമയം ശ്രീകൃഷ്ണൻ തങ്ങൾ പണ്ട് കഴിഞ്ഞിരുന്ന ചില കാര്യങ്ങൾ ഓർത്ത് പറയുന്നതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന സാന്ദ്ര സൗഹൃദം എന്ന പാഠഭാഗം. ഓക്കെ, ഇനി നമുക്ക് കവിതയൊന്ന് കേൾക്കാം. ഓക്കെ, എല്ലാവരും പുസ്തകം എടുത്തേ. ടീച്ചർ വായിക്കുമ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. സാന്ദ്ര സൗഹൃദം. സാന്ദീപനി ഗൃഹേ പണ്ടു സാഹസാൽ കഴിഞ്ഞതും നാം സാധേരം വേദശാസ്ത്രങ്ങൾ അഭ്യസിച്ചതും സാന്ദ്ര സൗഹൃദ സംബന്ധം നമ്മിലുണ്ടായതും സഹേ സാരേനായ ഭവാനൊന്നും മറന്നില്ലല്ലേ.
ഗുരുപത്നി നിയോഗേന കഥാചന നാമെല്ലാരും ഒരുമിച്ചു വിറകില്ലാഞ്ഞിട്ടു പോയതും പെരും കാട്ടിൽ പുക്കിന്തേന മുടിച്ചു കെട്ടിവെച്ചതും അരുണനസ്തമിച്ചതും മറന്നിലല്ലി കൂരിരുട്ടുമാകസ്മികമായൊരു മഹാമഴയും കൂടി വന്നു കൊടുങ്കാറ്റും കൂടിയിട്ട സ്മാകം മോഹമേറെ വളർത്തതു മുഷപ്പോളം തകർത്തതും ഊഹിച്ചടുത്തു നാം എല്ലാം ഒരുമിച്ചതും പാർത്തിരിയാതെ പറന്നു ഭൂമി കാറ്റത്തെന്നുൾക്കാമ്പി ലോർത്തോരു ദൂരപ്പിനുള്ളിൽ ഒളിച്ചന്യോന്യം കോർത്തു കൈകൾ പിടിച്ചതും പിന്നെ പേടി തീരും വണ്ണം മാർത്താണ്ഡനു മോദിച്ചതും മറന്നിലല്ലി. ഓക്കെ, കവിത നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇനി നമുക്ക് കവിതയുടെ ഓരോ വരികളും ഒന്ന് നോക്കാം. ഓക്കെ, ആദ്യത്തെ വരി നോക്കിയേ. സാന്ദീപനി ഗൃഹേ പണ്ട് സാഹസാൽ കഴിഞ്ഞതും നാം സാദരം വേദശാസ്ത്രങ്ങൾ അഭ്യസിച്ചതും. അപ്പം ശ്രീകൃഷ്ണനും കുചേലനും വലിയ കൂട്ടുകാരായിരുന്നു അല്ലേ. അവർ ശ്രീകൃഷ്ണൻ തങ്ങൾ പണ്ട് കഴിഞ്ഞിരുന്ന ചില കാര്യങ്ങൾ ഓർക്കുന്നതാണ് പാഠഭാഗം അല്ലേ. അപ്പോൾ ശ്രീകൃഷ്ണനെ കാണുവാനായിട്ട് കുചേലൻ ദ്വാരകയിലേക്ക് ചെല്ലുന്നു. അപ്പം അവിടെ വെച്ച് ശ്രീകൃഷ്ണൻ ഓർക്കുന്ന കാര്യമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ലൈനകത്ത് ബാല്യകാലത്ത് സാന്ദീപനി മഹർഷിയുടെ ആശ്രമഗൃഹത്തിൽ ഒരുമിച്ച് താമസിച്ച കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇപ്പം സാന്ദീപനി ഗൃഹ എന്ന് പറഞ്ഞാൽ സാന്ദീപനി മഹർഷിയുടെ വീട്ടിൽ, ഗൃഹ എന്ന് പറഞ്ഞാൽ വീട്ടിൽ, പണ്ട് സാഹസാൽ കഴിഞ്ഞതും. സാഹസാൽ കഴിയുക എന്ന് പറഞ്ഞാൽ സാഹസത്തോടെ കഴിയുക, മറ്റൊന്നും ചിന്തിക്കാതെ കഴിയുക. സാദരം വേദശാസ്ത്രങ്ങൾ അഭ്യസിച്ചതും. സാദരം എന്ന് പറഞ്ഞാൽ ആദരവോടെ. വേദശാസ്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ വേദവും ശാസ്ത്രങ്ങളും. അപ്പോൾ വേദങ്ങൾ എത്ര വിധമുണ്ട്? 4 വിധമുണ്ട്. ഏതൊക്കെയാണ്? ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. അതുപോലെ ശാസ്ത്രങ്ങളോ? ശാസ്ത്രങ്ങൾ ഏതൊക്കെയാണ്? ശിക്ഷ, കൽപ്പം, നിരുക്തം, വ്യാകരണം, ഛന്ദസ് തുടങ്ങിയവ. ഓക്കെ, അപ്പോൾ അത്ര മനസ്സിലായോ? അടുത്ത നോക്കി. സാന്ദ്ര സൗഹൃദ ബന്ധം എന്ന് പറഞ്ഞാൽ എന്നാ? സാന്ദ്രം എന്ന് പറഞ്ഞാൽ തിങ്ങിയ അല്ലേ, വലിയ. സാന്ദ്ര സൗഹൃദ സംബന്ധം എന്ന് പറഞ്ഞാൽ സാന്ദ്രമായ സൗഹൃദം കൊണ്ടുള്ള സംബന്ധം. സൗഹൃദം എന്ന് പറഞ്ഞാൽ സ്നേഹം അല്ലേ. സംബന്ധം എന്ന് പറഞ്ഞാൽ യോജിപ്പ്. അപ്പം തിങ്ങി നിറഞ്ഞിരിക്കുന്ന സ്നേഹം എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പം സാന്ദ്ര സൗഹൃദ സംബന്ധം തമ്മിലുണ്ടായതും സഖേ. സഖേ എന്ന് പറഞ്ഞാൽ ചെങ്ങാതി. സാരനായ ഭവാനൊന്നും മറന്നീലല്ലി. അങ്ങ് ഇതൊക്കെ മറന്നിട്ടില്ലല്ലോ എന്നാണ് പറയുന്നത്. അപ്പം സാന്ദീപനി മഹർഷിയുടെ ആശ്രമഗൃഹത്തിൽ മറ്റൊരു ചിന്തയുമില്ലാതെ നാം കഴിഞ്ഞതും ആദരവോടെ വേദശാസ്ത്രങ്ങൾ പഠിച്ചതും അക്കാലത്തെ അത്യധികം സ്നേഹം മനസ്സിൽ നമ്മൾ തമ്മിലുണ്ടായതും ശ്രേഷ്ഠനായ അങ്ങ് മറന്നു പോയിട്ടില്ലല്ലോ എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത ലൈൻ നോക്കിയേ. ഗുരുഭക്തി നിയോഗേന കഥാചന നാം എല്ലാവരും ഒരുമിച്ച് വിറകില്ലാഞ്ഞിട്ടു പോയതും. അപ്പം ഗുരുഭഗ്നിയുടെ നിയോഗേന. നിയോഗേന എന്ന് പറഞ്ഞാൽ പറഞ്ഞതനുസരിച്ച്, ഗുരുഭഗ്നി പറഞ്ഞതനുസരിച്ച്. കഥാചന എന്ന് പറഞ്ഞാൽ ഒരിക്കൽ. എന്താണ്? നാം എല്ലാവരും ഒരുമിച്ച് വിറകില്ലാഞ്ഞിട്ട് പോയതും. നാം എല്ലാവരും കൂടെ ഒരുമിച്ച് വിറക് എടുക്കുവാനായിട്ട് എവിടേക്കാണ്? കാട്ടിലേക്ക് പോയതും. പെരുങ്കാട്ടിൽ പുക്കിന്ധന മുടിച്ചു കെട്ടിവെച്ചതും. പെരുങ്കാട് എന്ന് പറഞ്ഞാൽ വലിയ കാട്ടിൽ പുക്ക് പ്രവേശിച്ച് ഇന്ധനം എന്ന് പറഞ്ഞാൽ വിറക് ഒടിച്ചു കെട്ടിവെച്ചതും. ആ സമയത്ത് അരുണൻ അസ്തമിച്ചതും മറന്നീലല്ലി. അരുണൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ. സൂര്യൻ
അസ്തമിച്ചതും മറന്നുപോയോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അക്കാലത്ത് ഒരു ദിവസം ഗുരുപത്നിയുടെ വാക്കനുസരിച്ച് നമ്മളെല്ലാവരും കൂടെ വനത്തിൽ പോയതും കാട്ടിലെത്തി വിറക് കെട്ടിവെച്ചതും അപ്പോൾ സൂര്യൻ അസ്തമിച്ചതും അങ്ങ് ഓർക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ. കൂരിരുട്ടും ആകസ്മികമായൊരു മഹാമഴയും, ആ സമയത്ത് പെട്ടെന്ന് കൂരിരുട്ടും പെട്ടെന്നുണ്ടായ മഹാമഴയും കൂടി വന്നു കൊടുങ്കാറ്റും, കൊടുങ്കാറ്റെന്ന് പറഞ്ഞാൽ ആ സമയത്ത് വലിയ കാറ്റും പിന്നെന്താണ് കൂടിയിട്ട സ്മാകം. അപ്പം അസ്മാകം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആകസ്മികമായിട്ട് പെട്ടെന്ന് മഴ വന്നതുമൊക്കെ ഓർക്കുന്നുണ്ടോ? മോഹമേറെ വളർത്തതും മുഷപ്പോളവും തകർത്തതും ഊഹിച്ചടുത്ത് നാം എല്ലാം ഒരുമിച്ചതും. മോഹം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ അല്ലേ? മോഹമേറെ വളർത്തതും മുഷപ്പോളം, ഉഷസ് അല്ലേ? ഉഷസ് എന്ന് പറയാൻ എന്താ? പ്രഭാതം വരെ എന്താണ് ഊഹിച്ചടുത്തു നാം എല്ലാം ഒരുമിച്ചതും. ഊഹിച്ചെടുത്ത് ആലോചിച്ചെടുക്കുക അല്ലേ? നാം എല്ലാവരും അന്ന് അങ്ങനെ ഇരുന്ന കാര്യം ആലോചിച്ച് എടുക്കുക. അപ്പോൾ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? എല്ലാവരും കൂടെ വനത്തിൽ പോയതും കാട്ടിലെത്തി വിറകൊടിച്ച് കെട്ടിവെച്ചതും അപ്പോൾ സൂര്യൻ അസ്തമിച്ചതും അങ്ങ് ഓർക്കുന്നുണ്ടോ? പെട്ടെന്ന് കൂരിരുട്ടും പേമാരിയും വന്നു അല്ലേ? കൊടുങ്കാറ്റുമുണ്ടായി. നമ്മളെല്ലാം പേടിച്ച് പ്രഭാതം വരെ പേമാരിയും കാറ്റും തകർത്ത് പെയ്തുകൊണ്ടിരുന്നു അല്ലേ? അടുത്ത് നോക്കിയേ, പാർത്തിരിയാതെ. പാർത്തിരിയാതെ എന്ന് പറഞ്ഞാൽ കാത്തിരിക്കുക അല്ലേ? അല്ലേ? പാർത്തിരിയാതെ പറന്ന് പോമി കാറ്റത്തെന്നുൾക്കാമ്പിൽ. ഉൾക്കാമ്പെന്ന് പറഞ്ഞാൽ മനസ്സ് അല്ലേ? പരസ്പരം എവിടെയെന്നറിയാതെ നമ്മൾ ഊഹിച്ചിരുന്നതും കാറ്റത്ത് പറന്നു പോകുമെന്ന് കരുതി നമ്മൾ പിന്നെ എന്ത് ചെയ്തു നോക്കിയേ? കാറ്റത്ത് പറന്നു പോകുമെന്ന് കരുതി തുരപ്പിനുള്ളിൽ ഒളിച്ചന്യോന്യം. അന്യോന്യം നമ്മൾ എവിടെ പോയി? തുരപ്പ്, ഒരു പൊത്തിനകത്ത് പോയി ഒളിച്ചതും, അതായത് ഗുഹ. തുരപ്പെന്ന് പറഞ്ഞാൽ ചെറിയൊരു ഗുഹ. ആ ഗുഹയിൽ എല്ലാവരും കൂടെ ഇരുന്ന് പരസ്പരം കൈകൾ കോർത്ത് പേടിച്ച് ഇരുന്നതും ഓർക്കുന്നുണ്ടോ? പേടിച്ചിരുന്നതും നിങ്ങൾ ഓർക്കുന്നുണ്ടോ? തുരപ്പിനുള്ളിൽ ഒളിച്ചന്യോന്യം കോർത്തു കൈകൾ പിടിച്ചതും പിന്നെ പേടി തീരും വണ്ണം മാർത്താണ്ഡനു മുദിച്ചതും മറന്നീലല്ലി. മാർത്താണ്ഡൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ. അത് കഴിഞ്ഞിട്ട് സൂര്യൻ ഉദിച്ചപ്പോൾ പരസ്പരം കണ്ടതും അങ്ങ് മറന്നില്ലല്ലോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയും പിടി കിട്ടിയോ? അപ്പം നമ്മൾ എവിടം വരെ പഠിച്ചു? ഗുരുപത്നിയുടെ ആജ്ഞയനുസരിച്ച് അവർ വനത്തിലേക്ക് വിറകിനായി പോയതും വലിയ കാട്ടിൽ ചെന്നിട്ട് അവർ വിറക് ഒടിച്ച് വെച്ച കാര്യം അവരോർത്തു. പിന്നെ ഇരുട്ട് വീഴാറായപ്പോൾ എന്താണ്? കാറ്റും മഴ ഒരുമിച്ച് വന്നല്ലേ? കൊടുങ്കാറ്റിൽ അവർ പറന്നു പോകുമെന്ന് വിചാരിച്ച് അവരൊരു ഗുഹയിൽ ഒളിച്ചിരുന്ന കാര്യമൊക്കെ അവർ ഓർമ്മിച്ചെടുത്തു. അവിടെ വരെയാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഇനി ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ.